അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ മറ്റൊരു പ്രോഗ്രാമിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ്. നമ്മോടൊപ്പം ഉള്ളത് ജമാൽ ആറ്റിങ്ങലാണ്. ഈ മെഡിക്കൽ സ്കെപ്റ്റിക്കിന്റെ ഓഡിയൻസിനെ ജമാൽ ആറ്റിങ്ങളെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ ഈയിടെ ഒരു രസകരമായ ഒരു സംഭവം ഉണ്ടായി. ജമാൽ ആറ്റിങ്ങൾ വളരെ കൃത്യമായ കുറുക്കി കൊള്ളുന്ന ചില ചോദ്യങ്ങൾ ഫേസ്ബുക്കിലൂടെ ചോദിക്കുകയും അതിന് ഇവരുടെ ഈ വ്യാജ ചികിത്സയായ സിംഗിൾ നീഡിൽ അക്യുപങ്ചറിന്റെ ആചാര്യനായ ഷുഹൈബ് റിയാലുവിന്റെ ഒരു രസകരമായിട്ടുള്ള ഒരു മറുപടി ഉണ്ട്. മറുപടി ഇടയ്ക്ക് ഭയങ്കര തമാശയായിട്ട് തോന്നി. എന്തായാലും ജമാൽക്ക തന്നെ ആ ഒരു പോസ്റ്റ് എന്താണ് ആ പോസ്റ്റിൽ ഉദ്ദേശിച്ചതെന്നും പോസ്റ്റ് വേണ്ട സാഹചര്യം എന്താണെന്നും ഒന്ന് വിശദീകരിച്ചാൽ അതിനുശേഷം നമുക്ക് ഈ ഷുഹൈബ് റിയാലു എന്ന ഇവരുടെ ആചാര്യൻ നടത്തിയ എന്റെ കമന്റ്സും പിന്നെ അതിനെക്കുറിച്ച് ചില കാര്യങ്ങളും പറഞ്ഞ് അതിലോട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞത്, ഒരു ഉദാഹരണം പറഞ്ഞു. പിന്നെ മോഡേൺ മെഡിസിനിൽ ഒരിക്കലും നമുക്ക് അതിന് ആൻസർ ചെയ്യാൻ പറ്റില്ല. മീൻസ് മോഡേൺ മെഡിസിന് ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, അത് ആൻസർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനത്തെ ചോദ്യങ്ങളായിട്ട് വരുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. എന്തായാലും ജമാൽക്ക നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. എന്താണ് നിങ്ങൾ ആ പോസ്റ്റിലൂടെ ഉദ്ദേശിച്ചത് ഒന്ന് വ്യക്തമാക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ അൽഹംദുലില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ മുഹമ്മദ്. എനിക്ക് ഒന്നാമത്തെ പറയാനുള്ളത്, എനിക്ക് വീഡിയോ ഇല്ല, അവിടെ ക്യാമറ അലൗഡ് അല്ലാത്ത കാരണം ഞാൻ ജോലി സ്ഥലത്താണ് സംസാരിക്കുന്നത്. ഈ ഷുഹൈബ് റിയാലു എന്ന് പറയുന്ന ആളുമായിട്ട് ഞാൻ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതുമുതലാണ് എനിക്ക് ഇദ്ദേഹത്തിന്റെ ഈ സംസാരങ്ങളും അതേ പ്രവർത്തനങ്ങളുമായിട്ട് എനിക്ക് ഒരു സംശയകരമായി തോന്നി തുടങ്ങി. കാരണം ഞാനും കുടുംബവും ഒരാൾക്ക് സംശയം തോന്നിയാണെങ്കിൽ നമ്മൾ ധരിക്കാൻ മതി, എന്റെ മാത്രം പ്രശ്നമാണ്. ഞാനും എന്റെ മൂത്ത മോനും അതുപോലെ എന്റെ പെൺകുട്ടികളും എന്റെ ഭാര്യ എല്ലാം കൂടി അദ്ദേഹത്തെ സന്ദർശിക്കാൻ പോയി. അദ്ദേഹത്തിനോട് ഈ വിഷയങ്ങളുമായിട്ട് നമ്മൾ ചികിത്സിക്കാനാണ് ശരിക്കും പോയത്. ശരിക്കും അക്യുപഞ്ചർ ചികിത്സിക്കാൻ വേണ്ടി പോയി. അയാളോട് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന കുറച്ച് സംശയങ്ങൾ അയാളോട് ഏകദേശം ഒരു മണിക്കൂറിന്റെ അടുത്ത് സംസാരിച്ചത്. അയാൾ പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പൊ അതിൽ അയാൾ പറഞ്ഞ ഒരു കാര്യം, എന്ത് ചോദിക്കുമ്പോൾ അയാൾ ലാസ്റ്റ് പറയുന്ന ഒരു കാര്യം, നിങ്ങൾ അക്യുപഞ്ചർ പഠിക്കൂ. അതുപോലെ നിങ്ങളുടെ മോനിപ്പോ എവിടെ പഠിക്കുന്നത്? അവൻ ജാമ്യയിൽ എന്ത് കഴിഞ്ഞു, അവർക്ക് കഴിഞ്ഞപ്പോ എംഎക്ക് അതിക്ക് പഠിച്ചുകൊണ്ടിരിക്കുക. അത് അവനെ കൊടുത്തിട്ട് ഇവിടെ ചേർക്കും, അതാണ് നല്ലത്. നമ്മുടെ തിരൂരൊക്കെ ഇവിടെ ചേർക്കും, 1 വർഷം അവൻ പഠിക്കട്ടെ, അതിന് മാസ്റ്റർ ഡിപ്ലോമ കിട്ടും. അപ്പൊ നിങ്ങളുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം ഉണ്ടാവുന്ന പറഞ്ഞു. അപ്പൊ അന്ന് മുതലേ അദ്ദേഹം പറയുന്നത്, നമ്മൾ ഏതൊരു അക്യുപഞ്ചർ, ഇപ്പൊ ഷുഹൈബ് റിയാലു എന്നല്ല, ഏതൊരു അക്യുപഞ്ചറിസ്റ്റ് അവരുടെ ഏറ്റവും ചെറിയ ഒരു കോഴ്സ് പഠിച്ചിറങ്ങിയ ആളോട് നമ്മൾ വളരെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിലുള്ള ഒരു സംശയങ്ങൾ ചോദിച്ചാൽ, അതായത് എന്താണ് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചാൽ, അപ്പൊ അവർ പറയുന്ന കാര്യം, നിങ്ങൾ വന്നിട്ട് പഠിക്കും. ഇപ്പൊ ഇവരുടെ ഒരു അക്യുപഞ്ചറിസ്റ്റ് ആയിട്ടുള്ള ഒരു ആളുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ഫീസ് ഞാൻ കൊടുത്തോളാം, എന്നാലെങ്കിലും നിങ്ങളൊന്ന് പോയിട്ട് അതൊന്ന് പഠിക്കും, എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ലോകത്ത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പൊ നമ്മളിപ്പോ മെഡിക്കൽ ഇതിനെ പറ്റിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കണം, ഒരു മെഡിക്കൽ ഡോക്ടറെ പോയിട്ട് നമ്മളൊരു കാര്യം ചോദിക്കണം. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഡോക്ടറെ അടുത്ത് പോയി, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ അസുഖമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് ഫർദർ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ ഉടനെ ഡോക്ടർ, നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ MBBS പഠിക്കും, അത് നിങ്ങൾ +2 സയൻസ് എടുത്തിട്ട് അത് കഴിഞ്ഞ് എൻട്രൻസ് കോച്ചിങ് പോയി പാലയിൽ പോയി പഠിച്ച് അത് കഴിഞ്ഞ് കോഴ്സിന് വെച്ച് നിങ്ങൾ പിന്നെ ഒരു 10, 15, 25 ലക്ഷം രൂപ ഇത് കൊടുത്ത് ഡൊണേഷൻ കൊടുത്തിട്ട് നിങ്ങൾ ഒരു ശാസ്ത്രീയ മെഡിക്കൽ കോളേജിൽ പോയിട്ട് ഒരു 5 വർഷത്തെ MBBS കോഴ്സ് എടുത്തിട്ട്, അത് കൂടാതെ വേണമെങ്കിൽ നിങ്ങൾ MD കൂടെ എടുത്തിട്ട് വന്നിട്ട് ഇതിന്റെ ഉത്തരം പറയുമെന്ന് പറഞ്ഞാൽ എത്രത്തോളം അപഹാസ്യമാണോ അതുപോലെയാണ് ഇത്. ആർക്കും മനസ്സിലാവുന്ന ഒരു ചോദ്യം ചോദിച്ചാൽ അത് മറുപടി പറയാമെന്നല്ലാതെ, ഇന്ന് വരെ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യത്തിനും ഇതല്ലാതെ നിങ്ങൾ പഠിച്ചാൽ മനസ്സിലാവുമെന്നല്ലാതെ അതിനൊരു വ്യക്തമായ ഉത്തരം പറയാൻ ഒരാൾക്ക് സാധിക്കുന്നില്ല. അപ്പൊ ഞാൻ ആ പോസ്റ്റ് ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാല്, പോസ്റ്റ് ഇങ്ങനെയായിരുന്നു, ഈ അക്യുപഞ്ചർ, അതായത് സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ, ഇന്ത്യൻ അക്യുപഞ്ചർ എന്ന പേരിൽ സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന, അതിനുവേണ്ടി വാദിക്കുന്ന മുസ്ലിങ്ങളായ ആളുകൾ മറുപടി പറയുമോ എന്ന് ഞാൻ വ്യക്തമായിട്ട് എഴുതുന്നത്. കാരണം എന്താ, മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ അവർ വിശ്വസിക്കുന്നത്, അവര് പ്രത്യേകിച്ച് മുസ്ലിം യഥാർത്ഥ വിശ്വാസം എന്ന് പറഞ്ഞാൽ കാര്യകാരണ പദത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്തൊരു കാര്യം നടക്കണമെങ്കിൽ അതൊരു കാരണം ഉണ്ടാവും. ആ കാര്യം നടക്കണമെങ്കിൽ ആ കാരണത്തോട് ബന്ധപ്പെട്ടാണ് കാര്യം ഉണ്ടാവുക. ഇത് രണ്ടുമല്ല, അതായത് കാര്യം നടക്കാൻ കാരണമില്ലാതെ കാര്യം നടക്കുക എന്നുള്ളത് അള്ളാഹുവിന് മാത്രം കഴിവാണ്. അങ്ങനെ എങ്കിൽ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾ ഇതൊക്കെയാണ്. മനുഷ്യ ശരീരത്തിന്റെ ആന്തരിക അവയവം, ഇന്റേണൽ ഓർഗൻസിന്റെ എന്തെങ്കിലും ഒരു കേട് വന്നാൽ ഇവര് വാദപ്രകാരം എന്താണ്, മനുഷ്യ ശരീരത്തിലൊക്കെ അതിനൊക്കെ ഇന്റേണൽ ഓർഗൻസിനെ പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ ഒരു ഊർജ്ജം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഇവരതിന് ജീവശക്തി എന്നൊക്കെയാണ് പറയുന്നത്, ഊർജ്ജം എന്തോ ആവട്ടെ ആ സംഭവം. ഇനിയിപ്പോ ഇവര് പറയുന്ന ഊർജ്ജം എന്ന് പറയുന്ന റാക്കിയൊക്കെ പറയുന്ന ഊർജ്ജമാണോ നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത് അവർ വ്യക്തമായിട്ട് പറയുന്നില്ല, ആ ഊർജ്ജമാണോ ഈ ഊർജ്ജമാണെന്ന് പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ ഊർജ്ജം തന്നെയാണ് ഈ ഊർജ്ജം. അഥവാ കൊല്ലത്തുള്ള നിസാർ മുപ്പത്തർ എന്ന് പറഞ്ഞ NYL ഹീലിംഗ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ആളുകൾ, അയാൾ പറയുന്നത് ഇവിടെ നിന്നിട്ട് ഒരാൾക്ക് ദൂരത്തേക്ക് നമുക്ക് ഈ ഊർജ്ജം അയച്ചു കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ അതൊക്കെ എന്തായാലും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അപ്പോ അയാൾ പറയുന്നത്, അത് ഫോണിലൂടെ നിങ്ങൾ ഫോട്ടോ അയച്ചു തന്നാലും മതി, ഫോട്ടോ
വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ കാൽപാദവും കൈപ്പാദവും കാണുന്ന രൂപത്തിൽ ഫോട്ടോ അയച്ചാൽ ഇവിടെ നിന്ന് ചികിത്സിച്ചോളാം, 560 രൂപ GPay ചെയ്താൽ മതി സാർ. അപ്പൊ ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, ഇപ്പം ഈ എനർജിയുമായിട്ട് ബന്ധപ്പെട്ട് മഹാന്മാരായ പണ്ഡിതന്മാർ, ഇപ്പം ജീവിച്ചിരിക്കുന്ന മഹാന്മാരായ സലഫി ഉലമാക്കളൊക്കെ അതിന് വളരെ വ്യക്തമായിട്ട് തന്നെ അത് കുഫ്റാണെന്ന് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. റൈക്കി പോലുള്ള, അതായത് ഒരാൾക്ക് വേറൊരാൾക്ക് തന്റെ ഊർജ്ജം അയച്ചു കൊടുക്കാൻ പറ്റുക, അയാൾക്ക് ഇവിടെ നിന്നിട്ട് ഊർജ്ജം അയച്ചു കൊടുത്ത് ചികിത്സിക്കാൻ പറ്റുക, അയാളുടെ മാനസികവും ശാരീരികമായ അസുഖങ്ങളൊക്കെ എന്താ പറയാ, അത് ചികിത്സിച്ച് ഭേദമാക്കാൻ ഇവിടെ ഇപ്പൊ അമേരിക്കയിലെ ഒരാൾക്ക് ഇവിടെ നിന്ന് ചികിത്സിക്കാൻ പറ്റും. ഇതൊക്കെയാണ് അവര് മുന്നോട്ട് വെക്കുന്ന തത്വം. ഏകദേശം അതിന്റെ ഒരു വകഭേദമാണല്ലോ, നമുക്ക് മനസ്സിലാവാത്ത കാര്യം കൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് ഞാൻ എടപ്പാളുള്ള അവിടെ എന്റെ മോളിലെ ഈ ഷുഹൈബുറിന്റെ അടുത്ത് പോയതിനു ശേഷം എടപ്പാളിലെ എന്റെ മോളിലെ എടപ്പാളിലെ അക്യുപഞ്ചർ സിംഗിൾ ലീഡറിനെ അയാൾ പ്രാക്ടീസ് ചെയ്തു. അയാളടുത്ത് പോയപ്പോൾ അയാൾ ഞാൻ ഇന്നാള് എന്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നു, അയാൾ ശരീരത്തിൽ തൊടുന്നില്ല, വിരലിങ്ങനെ ചൂണ്ടാണ് ഒരു പോയിന്റിലേക്ക്. ഒരു വിരല് ചൂണ്ടിട്ട് അയാൾ വിരലിങ്ങനെ വിറപ്പിക്കുന്നു, ഏകദേശം ഒരു മിനിറ്റോളം, അല്ലെങ്കിൽ 35-40 സെക്കൻഡോളം വിരല് വിറപ്പിച്ചിട്ട് ഓക്കെ നിങ്ങളുടെ അസുഖം ഇത് ചികിത്സ കഴിഞ്ഞ് നിങ്ങൾ പോയിക്കോളി, പൈസ തരുമോ, 250 രൂപ വാങ്ങിക്കുന്നു. എന്താണ് ഇതിലുള്ള കാര്യകാരണ ബന്ധം എന്നാ ചോദിച്ചത്. അതായത് നമ്മുടെ ശരീരത്തിലുള്ള അസുഖം ഭേദമാകാൻ, നമ്മുടെ ശരീരത്തിലുള്ള ഇന്റേണൽ ഓർഗൻസിന് വരുന്ന പ്രശ്നങ്ങൾ മാറാൻ ഇവർ പറയുന്ന ഈ ജീവശക്തിയാണ് ഇവർ ചികിത്സിക്കുന്നത് പറഞ്ഞു. അല്ലാതെ ശരീരത്തിന് ചികിത്സിക്കുന്നില്ല, മരുന്ന് വേണ്ട, ഒന്നും വേണ്ട. ആ ജീവശക്തിയുടെ ഊർജ്ജ സന്തുലിതാവസ്ഥ തുലനപ്പെടുത്തുകയാണ് അത്ര ഈ ചൂണ്ടലിലൂടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടച്ചിലൂടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ സൂചിയിലൂടെ ചെയ്യുന്നത്. ഇതിന്റെ കാര്യകാരണ ബന്ധം എന്താണ്? ഞാനൊരു വളരെ ഉദാഹരണം ചോദിച്ചതാണ്. നിങ്ങൾ നമ്മുടെ ആന്തരികാവയവം, കിഡ്നി കേടുവരുന്നു, അതുപോലെ തന്നെ ലിവർ കേടുവരുന്നു, ലിവർ ഫാറ്റ് ലിവർ ആയിട്ടോ മറ്റോ ലിവർ സിറോസിസ് ആയിട്ട് ലിവറിന് ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നു, അല്ലെങ്കിൽ അങ്ങനെ പാൻക്രിയാസിസോ അല്ലെങ്കിൽ കുടല് ക്യാൻസർ വരുന്നു, അല്ലെങ്കിൽ ഹാർട്ടിന് ബ്ലോക്ക് ഉണ്ടാവുന്നു, തലച്ചോറിൽ ബ്ലഡ് ക്ലോട്ട് ആയിട്ട് തലച്ചോറിൽ ബ്രെയിൻ എന്താ പറയാ ഹെമറേജ് ഉണ്ടാവുന്നു. ഇങ്ങനെ വളരെ മാരകമായ രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്തും ഇവർ പറയുന്ന രൂപത്തിൽ ഈ ചൂണ്ടലിലൂടെ ഊർജ്ജം സന്തുലിതം ആക്കിയാൽ ബാലൻസ് ചെയ്താല് ഊർജ്ജ ബാലൻസിങ്ങിലൂടെ എന്ത് സംഭവിക്കുന്നു, ഈ രോഗം ശരിയാവുമെന്ന് പറയുമ്പോൾ എന്താണ് സഹോദരങ്ങളെ ഇതിനുള്ള കാര്യകാരണ ബന്ധം? നിങ്ങൾ ഒന്നുകിൽ ദൂരെ ഇരുന്നു കൊണ്ട് ഊർജ്ജം അയച്ചു കൊടുത്തിട്ട്, അല്ലെങ്കിൽ വിരലുകൊണ്ട് ചൂണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ മുടിനാര പോലുള്ള ഒരു സൂചി വിരലിൽ കുത്തി ഇറക്കിയിട്ട്, അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ഈ ഓർഗൻസ് ഒക്കെ ശരിയാവുക എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരവില്ല, അതിന് മറുപടിയില്ല. പിന്നെ ഞാൻ ചോദിച്ചതാണ്, ഇങ്ങനെ എന്താ പറയാ ഡിസ്റ്റൻസ് തെറാപ്പിയുടെ കാര്യം ഞാൻ ചോദിച്ചിരുന്നു. ഇതിനൊന്നും മറുപടി പറയാതെ, ഇയാൾ നല്ല ആരും മറുപടി പറയാതെ, അയാൾ നമ്മളിത് ചോദിച്ചാൽ ഉടനെ അയാൾ പറയും, അല്ലെങ്കിൽ ഇവരുടെ ആളുകൾ മുഴുവൻ പറയും, അത് മോഡേൺ മെഡിസിൻ തെറ്റല്ലേ, അത് ഡ്രഗ്സ് അല്ലേ, ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ മയക്കുമരുന്നല്ലേ, മയക്കുമരുന്ന് എന്ന് പറഞ്ഞാൽ ഹറാമല്ലേ, അപ്പൊ ഹറാമ കൊണ്ടല്ലേ നിങ്ങൾ ചികിത്സിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറയും. അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളോ അറവുശാലകളല്ലേ, ഡോക്ടർമാർ മുഴുവൻ ആരാച്ചാരന്മാരല്ലേ, ഹോസ്പിറ്റലിൽ ഒരുപാട് ആൾക്കാർ മരിക്കുന്നില്ലേ എന്ന് തുടങ്ങിയ കാര്യങ്ങൾ പറയും. ഇതല്ലാതെ നമ്മുടെ ചോദ്യത്തിന് ഒരു വ്യക്തമായി മറുപടി പറയുന്നില്ല. എത്ര പ്രാവശ്യം ചോദിച്ചിട്ടുണ്ടെന്നറിയോ? നമ്മൾ ബൈക്ക് ഓടിച്ചിങ്ങനെ പോവാണ്. ഇപ്പൊ ഞാൻ പറയുന്ന ഇപ്പൊ നമ്മുടെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരകരായിട്ടുള്ള സിംഗിൾ നീഡിൽ അക്യുപഞ്ചർ ചികിത്സകരോട് ഞാൻ ചോദിച്ചിട്ടുള്ളതാണ്, നിങ്ങളുടെ വാപ്പ, ഏറ്റവും പ്രിയപ്പെട്ട വാപ്പ ബൈക്കിന്റെ മുകളിൽ ഇങ്ങനെ പോകുന്നു, അങ്ങനെ വണ്ടി ഇടിച്ചിട്ട് വാപ്പി നിങ്ങൾ താഴത്ത് വീഴുമ്പോ നിങ്ങളുടെ വാപ്പാടെ തല പൊട്ടി ഫുള്ള് ബ്ലീഡിങ്, ഒരു രക്ഷയില്ല. പെട്ടെന്ന് കൊണ്ടുപോയാൽ ഒരു പക്ഷേ രക്ഷപ്പെടാൻ സാധിക്കുമാർ അത്രയും മാരകമായ ബ്ലീഡിങ്ങും അതുപോലെ തന്നെ വലിയ വോണ്ടുകളുമായിട്ട് അദ്ദേഹം കിടന്ന് പടയുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവില്ല എന്ന് ചോദിച്ചാൽ അതിന് വ്യക്തമല്ല, കൊണ്ടുപോവില്ല എന്ന് പറയാൻ ധൈര്യമില്ല, എന്നാൽ കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ വേറെ അക്യുപഞ്ചർ പൊളിയും ചെയ്യും. ഇങ്ങനെ അവസ്ഥയാണ് പറയുന്നത്. എന്നാൽ ഞാൻ അവിടെ ടച്ച് ചെയ്തിട്ട് അക്യുപഞ്ചർ ചെയ്ത് ചികിത്സിക്കാൻ പറ്റും എന്ന് അവർക്ക് പറയാൻ പറ്റൂല. കാരണം ചികിത്സിക്കാൻ പറ്റുന്ന ഏത് പൊട്ടനും മനസ്സിലാവുന്ന കാര്യമാണ്, അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. കൊണ്ടുപോകേണ്ടത് ഹോസ്പിറ്റലിലേക്കാണ്. കാരണം തുന്നിക്കെട്ടും അതുപോലെ തന്നെ ഞരമ്പുകൾ കൂട്ടി യോജിപ്പിക്കലും തുടങ്ങിയ ഏറ്റവും സങ്കീർണമായ ശസ്ത്രക്രിയകൾ നടത്തിയ ഒരുപക്ഷെ ആൾ രക്ഷപ്പെടുള്ളൂ. അപ്പോ അത് പോയാൽ എന്താവും? അതുവരെയുള്ള വാദങ്ങൾ പൊളിയും. ഇവരുടെ ഹോസ്പിറ്റൽ അറവുശാലയാണെന്നും ഡോക്ടർമാർ ആരാച്ചാരെന്നാണ്, മരുന്നുകൾ ഡ്രഗ്സ് ആണെന്നും ആ ഡ്രഗ്സ് മനുഷ്യത്തിൽ കയറ്റിയാൽ ഹറാമാണെന്നൊക്കെ പറഞ്ഞ് ഇവരെ വാദം പൊളിയും. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ഇത് നിങ്ങൾക്ക് അക്യുപഞ്ചറിനെ പറ്റി അറിയാത്തതുകൊണ്ടാണ്, അക്യുപഞ്ചറിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ അതിലേക്ക് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ അക്യുപഞ്ചർ പഠിപ്പിക്കാൻ നടക്കുക എന്നല്ലാതെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഇന്ന് വരെ മറുപടി പറയാൻ പറ്റില്ല. ഇതാണ് ഇപ്പൊ ഞാൻ എന്റെ പോസ്റ്റ് അയച്ചപ്പോഴും അതിന് അയാൾ മറുപടി പറഞ്ഞൊരു മറുപടി ഉണ്ട്. അതൊന്ന് പ്ലേ ചെയ്താൽ നമുക്ക് അതിലേക്ക് തീർച്ചയായും ജവാൽഖാന്റെ ക്വസ്റ്റ്യൻ വളരെ കൃത്യമാണ്. അതിനവർക്ക് ഉത്തരം പറയാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ ആചാര്യനായിട്ടുള്ള ഷുഹൈബ് റിയാലിൽ ഇടപെട്ടത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഇത് പലപ്പോഴും ഇപ്പം മോഡേൺ മെഡിസിനെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ, ആ മരുന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രൊസീജിയർ എങ്ങനെയാണ് റിസൾട്ട് ഉണ്ടാക്കാൻ ചോദിച്ചാൽ കൃത്യമായ തെളിവുകളുണ്ട്, തെളിവുകളും പഠനങ്ങളും ഉണ്ട്. നിങ്ങൾ പറഞ്ഞ കാര്യകാരണ ബന്ധങ്ങൾ നമുക്ക് കൃത്യമാണ്.
അവരെന്തും ചോദിച്ചോട്ടെ. പക്ഷെ ഇവരുടെ ഒരു നമ്മൾ ചോദിക്കുന്നത് വളരെ കൃത്യമായി നിങ്ങൾ ചോദിച്ചു, പിന്നെ ഇന്നത്തെ കണ്ടീഷനിൽ ഈ നിങ്ങൾ പറയുന്ന ചികിത്സ സിംഗിൾ നീഡിൽ കൊണ്ട് അല്ലെങ്കിൽ വിരൽ ചൂണ്ടിയാൽ എങ്ങനെയാണ് അസുഖം മാറുന്നത് എന്ന് പഠിച്ച അവര് വിശദീകരിക്കേണ്ടത്. അതിപ്പോ എല്ലാവരും കോഴ്സിന് ചേരണോ? പഠിച്ച അവര് നമ്മളെ കൺവിൻസ് ചെയ്തിട്ട് എന്നുള്ള വളരെ ലളിതമായിട്ടുള്ള ലോജിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ ചോദിച്ചത്. പലപ്പോഴും ഇവർക്ക് അതിന് ഉത്തരമില്ല. ഈ പറഞ്ഞ ഷുഹൈബ് റിയാൽ ഇവർക്ക് ക്ലാസ് എടുക്കുന്ന ആളാണ്, പ്രിൻസിപ്പൾ ആണല്ലോ. ഇദ്ദേഹം പറയട്ടെ, ഇദ്ദേഹം പഠിച്ച ആളാണല്ലോ, പഠിച്ച അദ്ദേഹം പറയട്ടെ. അത് പറയാൻ പറ്റാത്ത രഹസ്യമാണോ? ഇത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ 2000 വർഷങ്ങൾക്ക് മുമ്പുള്ള അന്നത്തെ പിന്നെ തികച്ചും അശാസ്ത്രീയമായിട്ടുള്ള ചില ചിന്തകളാണ്. അതിന് മതപരമായ പ്രശ്നങ്ങളുണ്ട്, അത് വേറെ നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. ശാസ്ത്രീയമായിട്ട് യാതൊരു അടിത്തറയും ഇല്ലാത്ത എനർജി പ്രവാഹവുമായി ബന്ധപ്പെട്ട് അതത്രേ പറ്റുള്ളൂ. 2000 കൊല്ലം മുമ്പത്തെ അത്ര അവർക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ. അന്നത്തെ ചിന്തകളാണ് ഇപ്പോഴും കൊണ്ടെടുക്കുന്നത്. ഇതിൽ മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇത് പറയാൻ അവർക്ക് പറ്റണില്ല. നിങ്ങൾ മോഡേൺ മെഡിസിനുമായി ബന്ധപ്പെട്ട് ചോദിക്കൂ, ഇന്ന മരുന്ന് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നൊക്കെ ചോദിച്ചു. നമ്മൾ മോഡേൺ മെഡിസിൻ ഡോക്ടേഴ്സ് ഒന്നല്ല, പക്ഷെ എന്നാലും അതുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകൾ എന്നുള്ള നിലയ്ക്ക് നമുക്ക് വിശദീകരിക്കാൻ പറ്റും, ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. അത്ര ലളിതമാണ്. പക്ഷെ ഇവരുടെ രസകരമായിട്ട് സംഗതി എന്ന് വെച്ചാൽ ഇവരുടെ ഈ ചർച്ച വന്നപ്പോൾ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജമാൽക്ക് ഓർമ്മ ഉണ്ടാവും, ഇത് ഡിസ്കസ് ചെയ്യാൻ ഇവരുടെ വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാൾ വരികയും അദ്ദേഹം എന്തൊക്കെയോ പറഞ്ഞു പോവുകയും അവസാനം യഥാർത്ഥ അക്യുപങ്ചർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് അവർക്ക് അങ്ങോട്ട് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇവർക്ക് അറിയില്ല എന്നുള്ളതാണ്. അപ്പം ഇതില് വളരെ ഇയാൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യന് പിന്നെ അവർക്ക് ആൻസർ ഇല്ല എന്ന് കണ്ടപ്പം ഇവരുടെ ആചാര്യം തന്നെ ഇടപെട്ട് ഷുഹൈബ് റിയാലു പറഞ്ഞ ഒരു മറുപടി ഞാൻ അതൊന്നിവിടെ പ്ലേ ചെയ്യാം. ഈ ചോദ്യം കണ്ടാൽ തമാശ എന്താന്ന് ചോദിച്ചാല്, ഈ ചോദ്യം ചോദിച്ച ആൾക്ക് അക്യുപങ്ചറും അറിയില്ല, ഒന്നും അറിയില്ല. ഇപ്പൊ ഒരാള് ചക്ക തിന്ന് കണ്ടിട്ട് പറയാണ്, കഞ്ചാവ് എന്നുണ്ടാക്കി ചക്ക എങ്ങനെയാണ് നിങ്ങൾ തിന്ന, ഇസ്ലാമികപരമായി കഞ്ചാവ് ഹറാമല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണത്. അപ്പോ ചക്ക എന്താന്ന് എന്നുള്ളത്, ചക്ക എന്നുള്ളത് കഞ്ചാവ് ഉണ്ടാക്കുന്ന കൃഷിയാണെന്നുള്ളതും അത് എന്താ പറയാ പ്ലാവിൽ ഉണ്ടാകുന്ന ഒരു പഴമാണെന്നും മനസ്സിലാക്കാത്ത ഒരാൾ ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ കുഴപ്പമെന്ന് വെച്ചാൽ അയാൾക്ക് ആദ്യം പ്ലാവ് എന്താണെന്ന് കാണിച്ചു കൊടുത്ത് ചക്ക എന്താണെന്ന് കാണിച്ചു കൊടുത്തിട്ട് വേണം ഒരു അഭിപ്രായം പറയാൻ. ചക്ക പഴമാണെന്ന് പോലും അയാൾക്ക് അറിയില്ല. അയാൾ ചക്ക എന്ന് പറഞ്ഞാൽ കഞ്ചാവ് ഉണ്ടാക്കുന്ന ഒരു മയക്കുമരുന്നാണ് എന്നാണ് അയാൾ വാദിക്കുന്നതെങ്കിൽ അയാൾക്ക് എങ്ങനെ മറുപടി കൊടുക്കാൻ പറ്റുക? അതേപോലത്തെ ചോദ്യമാണത്. അപ്പൊ ഈ ചോദ്യം ഉത്തരം പറയണമെങ്കിൽ ഈ ഇപ്പൊ ഞാൻ ചക്കൻ ഉദാഹരണം പറഞ്ഞ പോലെ അക്യുപങ്ചർ എന്നത് പഠിച്ചതിന് ശേഷം മാത്രം പറയാൻ കഴിയുന്ന ഉത്തരമാണത്, അല്ലാതെ എല്ലാവർക്കും ഉത്തരം പറയാൻ കഴിയില്ല. ഒരുപക്ഷെ ഇത്തരം ചോദ്യം കേൾക്കുന്ന ആൾ അക്യുപങ്ചർ അറിയാത്ത ഒരാളാകുമ്പോൾ അക്യുപങ്ചറിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ അക്യുപങ്ചറിനോട് വിരോധം വെച്ച് പുലർത്താൻ ഇത്തരം ചോദ്യങ്ങൾ കൊണ്ട് സാധിച്ചേക്കാം. കാരണം ഉത്തരം പറയാൻ കഴിയില്ലല്ലോ. ഉത്തരം പറയാൻ കഴിയണമെങ്കിൽ അക്യുപങ്ചർ പഠിക്കണമല്ലോ, അല്ല ഉത്തരം പറയാൻ കഴിയില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ആ മനസ്സിലാക്കാൻ കഴിയാത്ത സാഹചര്യത്തിനെ മുതലാക്കി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് എത്രയോ ആളുകൾ ഇപ്പൊ അക്യുപങ്ചർ വിരോധികളായി മാറിയിട്ടുണ്ട്. പക്ഷെ തിരിച്ച് വേറെ കാര്യം ചെയ്യട്ടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചികിത്സയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹറാമായ വസ്തുക്കൾ ചികിത്സക്ക് ഉപയോഗിക്കാൻ പാടില്ല. ഈ ചികിത്സക്ക് ഹറാമായ വസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ മുഴുവൻ അലോപ്പതി മരുന്ന് ഹറാമാണ് എന്ന് അലോപ്പതി പഠിച്ച അല്ലെങ്കിൽ ഫാർമക്കോളജി പഠിച്ച അല്ലെങ്കിൽ ഒരുപോലെ സമ്മതിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അലോപ്പതി ഉപയോഗിക്കാൻ ഇവർക്ക് ഇവിടുന്ന് ഹലാൽ സർട്ടിഫിക്കറ്റ് കിട്ടിയത്? ഈ ചോദ്യം ചോദിച്ചാൽ അവർക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അങ്ങനെ ഉത്തരം പറയാൻ കഴിയാണ്ടായപ്പോൾ അവരുണ്ടാക്കിയ മറുചോദ്യമാണത്. അപ്പൊ കേട്ടുള്ളത് പോൽക്ക ഇത് ഈ ചോദ്യതാണ്, പിന്നെ ചോദ്യം ഉത്തരം കിട്ടായപ്പോൾ ഉണ്ടാക്കിയൊരു മറുചോദ്യമാണ്. എനിക്ക് രസകരമായി തോന്നിയത് ഇത് ആദ്യം പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ചക്കയും കഞ്ചാവും, അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത് മനസ്സിലായിട്ടില്ല. അത് പിന്നെ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഈ അക്യുപങ്ചറിന്റെ കോഴ്സിന് ഒരു കൊല്ലം പഠിക്കേണ്ടി വരും തോന്നുന്നു. അങ്ങനത്തെ കുറെ ഉപമകളും പ്രശ്നങ്ങളൊക്കെയാണ്. ഓക്കെ, ചക്കയും കഞ്ചാവും, ചക്ക കാണാത്ത ഒരാൾക്ക് കഞ്ചാവ് വ്യത്യാസം മനസ്സിലാക്കണം. ഒക്കെ ചക്ക കണ്ട ഒരാള് പറഞ്ഞു കൊടുക്ക് ചക്കതാണ് കഞ്ചാവ് ഇതാണെന്ന് പറഞ്ഞു കൊടുക്കുവോ? അതോ അക്യുപങ്ചർ പഠിച്ച ഇദ്ദേഹത്തിന് പറയാലോ? ഇപ്പൊ ചക്കയെ കുറിച്ച്, ഇപ്പൊ ചക്ക ഇല്ലാത്തൊരു നാട്ടിൽ നമ്മൾ ചക്കയെ കുറിച്ച് പറയുമ്പോൾ അത് നമ്മുടെ കേരളത്തിൽ ജനിച്ചു വളർന്ന ചക്ക എന്നൊരു സാധനമാണ്, എന്നൊരു വൃക്ഷത്തിൽ ഉണ്ടാകുന്ന ഒരു കായാണ്, അതിന് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കാലോ ചക്കയെ കണ്ടാലോ. അതുപോലെ അക്യുപങ്ചർ പഠിച്ച ഇദ്ദേഹത്തിന് പറയാലോ. എന്തുകൊണ്ട് അദ്ദേഹം പറയാത്തത്? വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഇദ്ദേഹം എന്താ മറുപടി പറയാത്തത്? പിന്നെ അദ്ദേഹത്തിന് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അണികളെ പിടിച്ചു നിർത്താനുള്ള എന്തെങ്കിലുമൊക്കെ ഒരു നമ്പർ, ഇത് പറഞ്ഞ കേട്ടാ വിശ്വസിക്കുന്ന ഒരുപാട് അണികളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവർക്ക് തൃപ്തിപ്പെടുത്താൻ ഉത്തരം അത്ര അദ്ദേഹം ഉദ്ദേശിക്കുന്നുള്ളൂ. ഞാൻ എന്റെ ചോദ്യത്തിന്റെ എന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ അവസാനത്തിൽ വളരെ വ്യക്തമായിട്ട് എഴുതുന്നു, സഹോദരങ്ങളെ, ദൂരെ ഇരുന്ന് ഏതോ രോഗിക്ക് ഊർജം അയച്ചു കൊടുത്ത് അയാളെ സുഖപ്പെടുത്തുക എന്നത് ഏത് മതത്തിന്റെ വിശ്വാസമാണ്? ഇതിന്റെയൊക്കെ കാര്യകാരണ ബന്ധങ്ങൾ നിങ്ങൾക്കൊന്ന് പറയാൻ പറ്റുമോ? ഇനി ഇതിന്റെ മറുപടി ആയിട്ട് അലോപ്പതി മരുന്നിന്റെ ദോഷഫലങ്ങൾ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കരുത്. വളരെ വ്യക്തമാണ്. ഞാൻ അലോപ്പതി മരുന്നിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഫാർമസിസ്റ്റോ അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റോർ നടത്തുന്ന ആളോ ഡോക്ടറോ ഒന്നുമല്ല. ഞാൻ ചോദിച്ച അക്യുപങ്ചറിന്റെ ഈ ഒരു വിഷയത്തിലുള്ള കാര്യകാരണ ബന്ധം ഉടനെ അതിന് മറുപടി പറയാതെ അത് നിങ്ങൾ വേണമെങ്കിൽ വന്ന് പഠിക്കുക, എന്നിട്ട് ഇതിന്റെ മറുപടിയും പറയാന്ന് പറഞ്ഞു. അതെ, നമുക്ക് ലോകത്ത് അലോപ്പതി എന്ന് പറഞ്ഞ സംഗതി ഇല്ലാന്ന് വെക്കാം, അങ്ങനെ സംഗതി ഇല്ലാന്ന് വെക്കാം. എങ്കിൽ ഇദ്ദേഹം പറയട്ടെ, ഈ ചോദ്യം മറുപടി പറയട്ടെ. ഇത് പിന്നെ എന്താണ് പറയേണ്ടത് എനിക്കറിയില്ല. എന്തായാലും ചിന്തിക്കുന്ന ആളുകൾ വരെ കൂട്ടത്തിൽ ഉണ്ടാവും എന്നാണ്. രണ്ടാമത് പറഞ്ഞില്ലേ, പിന്നെ ആ ഉദാഹരണം തന്നെ ഒരു പ്രശ്നമാണ്.
രണ്ടാമത് പറഞ്ഞതില് പിന്നെ അലോപ്പതി മെഡിസിനിൽ മുഴുവനും ആൽക്കഹോൾ അടങ്ങിയിട്ടുണ്ട്. അത് ഫാർമക്കോളജി പഠിച്ചവർക്കൊക്കെ അറിയാന്നുള്ളത്. ഞാൻ ഫാർമക്കോളജി പഠിച്ചവനെ കണ്ടവനെ പോലും കണ്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ചുരുക്കം ചില മരുന്നുകളിൽ മോഡേൺ മെഡിസിനിൽ ആൽക്കഹോൾ ചേർക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഷുഹൈബ് റിയാലും മതവും പഠിച്ചിട്ടില്ല, ചികിത്സയും പഠിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് മതം പഠിച്ച ആളുകളെ ചില അഭിപ്രായങ്ങളൊന്നും നമുക്ക് പ്ലേ ചെയ്യേണ്ടതുണ്ട് ജമൽക്ക. അത് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്തതിലോട്ടൊന്ന് പോകാം. What's the ruling on alcohol and medication? If the percentage is little, there's no problem. There is a difference between alcohol and wine or whiskey or beer or intoxicants. These are totally different categories. Alcohol is found almost everywhere, very minute little percentages. So if having alcohol in medication would not lead you to be intoxicated and it was prescribed by an authorized Muslim doctor, there's no problem in consuming it. If the percentage is a little bit high and makes a person intoxicated or drowsy, then we have to go to alternatives if there are. സൗദി അറേബ്യയിലെ പ്രമുഖനായിട്ടുള്ള ഈ വിഷയത്തിലേക്ക് ഇടപെടുന്ന ഒരു മതപണ്ഡിതൻ കൂടിയായിട്ടുള്ള ഷെയ്ഖ് അസീം അൽ ഹക്കീമിന്റെ ഒരു ഷോട്ടാണ്. അദ്ദേഹം പറഞ്ഞത് പിന്നെ കൃത്യമാണ്. കാരണം അതിൽ ആൽക്കഹോളിന്റെ കണ്ടന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല. അത് ആൽക്കഹോൾ ഇൻടോക്സിക്കേഷൻ, അതായത് ലഹരി ബാധിക്കുന്ന ഒരു അവസ്ഥയിലല്ല എങ്കിൽ അതൊരു പ്രശ്നമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതും പല മരുന്നിലും മെഡിസിനിലും പ്രത്യേകിച്ച് കഫ് സിറപ്പിലൊക്കെ ആൽക്കഹോൾ കണ്ടന്റ് ഉണ്ട്. അതൊരു ലഹരി ബാധിക്കുന്ന രൂപത്തിലല്ല. ഇനിയിപ്പോ ചില ആളുകൾ, ഇപ്പൊ ഞാനൊക്കെ ഫാർമസി ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന കാരണം എനിക്കറിയാം, ചില ആളുകൾ പിന്നെ ഈ ലഹരി കിട്ടാനായിട്ട് കഫ് സിറപ്പ് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് കൂടിയ ഡോസിൽ കഴിക്കാറുണ്ട്. അത് പ്രശ്നം തന്നെയാണ്. അതിൽ യാതൊരു സംശയമില്ല. എന്തിനാണോ അത് കഴിക്കുന്നത് അത് പ്രശ്നം തന്നെയാണ്. അല്ലാണ്ട് വളരെ കുറഞ്ഞ അളവിൽ മരുന്നിൽ പ്രിസർവേറ്റീവ് ആയിട്ടൊക്കെ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ട്, അത് പ്രശ്നമില്ല എന്നാണ് ഇസ്ലാമിക പണ്ഡിതർ പറഞ്ഞത്. ഇതില് വേറൊരു സംഗതി കൂടെ നമ്മളൊരു വീഡിയോ കൂടി പ്ലേ ചെയ്യേണ്ടതുണ്ട്. മെഡിക്കൽ ഡോക്ടറും മതപണ്ഡിതനുമായ ഡോക്ടർ ജാക്കിർ നായിക്ക് ഈ വിഷയത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ ഞാനൊന്ന് പ്ലേ ചെയ്യാം. But I'm aware, being a medical doctor, that many of the drugs and the syrups, they do contain alcohol where it's not a necessity. Sometimes it's necessary, sometimes there can be substitutes. So what I would suggest, that since it's a medication, the onus lies on the person purchasing it. For example, you sell a knife, and you may be selling knife to cut vegetables. But if he uses for murder, so he's to blame, not you. What I can suggest, that you can give other alternatives of cough syrup which do not contain alcohol. And now research tells us that alcohol is not the best solvent. They use this as the media. So there can be other substitutes. So you as a Muslim, you can sell substitutes which do not contain alcohol. At the same time, I wouldn't say it is haram to sell, but if you promote the other drugs, it's preferable. As far as the contraception is concerned, again, if you hear my answer, on family planning, I have given the reasons where in normal circumstances it should not be done unless it's advised by a medical doctor that if the life is in danger, that if she undergoes, if she has one more pregnancy, if she has several cesarean sections, she has had multiple cesarean sections, 4, 5, 6. And if the gynecologists say that one more pregnancy is detrimental to her health and she can die, under these circumstances, as a last resort, family planning and contraception can be done. ഇതിലും അദ്ദേഹം പിന്നെ പറയുന്നത് എന്താ വെച്ചാല്, ഒരു ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അത് കൊടുക്കാം. ഇനി അതല്ലെങ്കിൽ അതിൽ പ്രശ്നമില്ല, ഹറാമെന്നും പറയാൻ പറ്റില്ല. അത് ഈ ആൽക്കഹോളുള്ള മരുന്നുകൾ വിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ആൾട്ടർനേറ്റീവ്സ് ഉണ്ടെങ്കിൽ അതിൽ പ്രശ്നമൊന്നുമില്ല. മാത്രമല്ല, പിന്നെ ഒരുവിധം ഞാൻ പരിശോധിച്ച ഒരുവിധം ഉലമാക്കൾ, പ്രത്യേകിച്ച് സലഫി പണ്ഡിതരൊക്കെ ഈ വിഷയത്തിൽ പറഞ്ഞത്, പിന്നെ ഒരു മെഡിക്കൽ ഡോക്ടർ പറഞ്ഞതാണെങ്കിൽ അത് നമ്മുടെ എന്തിനാണോ കഴിക്കുന്നത്, അത് ഇൻടോക്സിക്കേഷൻ, ലഹരി ബാധിക്കാനാണ് കഴിക്കുന്നതെങ്കിൽ പറ്റില്ല, എല്ലാത്തടത്തോളം ആ മരുന്നുകൾ അനുവദനീയമാണ് എന്നാണ് പറഞ്ഞത്. അതിൽ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയയുടെ ഒരു ഫത്വ ഉണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യാം. അദ്ദേഹം പറഞ്ഞത്, വിത്ത് റിഗാർഡ് ടു സം മെഡിസിൻസ് ദാറ്റ് കണ്ടെയ്ൻ ആൽക്കഹോൾ, ഇഫ് ദ എഫക്ട് ഓഫ് ദ ആൽക്കഹോൾ ഇൻ ദ മെഡിസിൻ ക്യാൻ ബി സീൻ ദ ഫോം ഓഫ് ഇൻടോക്സിക്കേഷൻ, ദെൻ ഇറ്റ്സ് ഹറാം. അതായത് ലഹരി ബാധിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, ബാധിക്കുന്ന രൂപത്തിലാണെങ്കിൽ ഹറാം തന്നെയാണ്. ബട്ട് ഇഫ് നോ എഫക്ട് ഈസ് സീൻ ആൻഡ് ദ ആൽക്കഹോൾ ഈസ് ഓൺലി ആഡഡ് ആസ് എ പ്രിസർവേറ്റീവ്, ദെൻ ദർ ഇസ് നത്തിങ് റോങ് വിത്ത് ഇറ്റ് ബിക്കോസ് ദ ആൽക്കഹോളിക് കണ്ടന്റ് ഡസ് നോട്ട് ഹാവ് എനി എഫക്ട്. അപ്പൊ ആ നിലയ്ക്ക് ലഹരി ബാധിക്കാത്ത രൂപത്തിലാണ് ആൽക്കഹോൾ കണ്ടന്റ് എങ്കിൽ അതിലൊരു പ്രശ്നമില്ല എന്ന് തലമുതിർന്ന ഉലമാക്കൾ ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിലെ മറ്റു ഫത്വകളൊക്കെ
ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതാണ് പണ്ഡിതന്മാർ പറഞ്ഞത്, മതം പഠിച്ച ആളുകൾ പറഞ്ഞൊരു വിഷയം അതാണ് ഇതിനെ സംബന്ധിച്ചിടത്തോളം. അപ്പൊ ഇതിനെക്കുറിച്ച് യാതൊന്നും അറിയാതെ നിങ്ങൾ പോസ്റ്റ് പറഞ്ഞ അതേ വിഷയമാണ്, മോഡേൺ മെഡിസിനെ അലോപ്പതിയെ കുറ്റം പറയരുത്, നിങ്ങൾ ചോദ്യത്തിന് മറുപടി പറയണം എന്നുള്ള അവസ്ഥയാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ജമാൽ ഖാൻ, ഇത് മാത്രല്ല, ഇതിപ്പോ നമുക്കിപ്പോ ഫത്വകളും അല്ലെങ്കിൽ പണ്ഡിതന്മാരോ വാക്കുകളോ അല്ലെങ്കിൽ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ലോകത്ത് എത്ര ഇസ്ലാമിക് കൺട്രികളുണ്ട്? ഏറ്റവും അധികം ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന കൺട്രി ഇപ്പൊ ഏറ്റവും വലുത് സൗദി അറേബ്യ തന്നെയാണല്ലോ താരതമ്യേന. സൗദി അറേബ്യ ആവട്ടെ, ഖത്തർ ആവട്ടെ, ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്ത് ഈ മോഡേൺ മെഡിസിനെ വേണ്ട, ഇത് പാടില്ല, ഇത് ഇസ്ലാമിക്കിനെതിരാണ് ഈ മരുന്നുകൾ എന്ന് അവർ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അവരെല്ലാം ഇതിന് പ്രൊമോട്ട് ചെയ്യാണ് പറഞ്ഞത്. നിങ്ങള് ഇപ്പൊ ഈ ഷുഹൈബ് ഖാന്റെ വാദം സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ UAE പോയി പറഞ്ഞിട്ട് അയാളെ പിടിച്ച് ജയിലിലാക്കും. നിങ്ങൾ ഹോസ്പിറ്റലിൽ പോരുത്, എന്തെങ്കിലും രോഗം ഉണ്ടായാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കരുത്, നിങ്ങൾ ആക്സിഡന്റ് ആയാലും നിങ്ങൾ സൂചി കുത്തിയാൽ മതി എന്ന് പറഞ്ഞാൽ നേരെ പിടിച്ച് അകത്ത് കൊണ്ടുവിടുന്നത്. കാരണം ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ ഒരു മാർഗം ഉണ്ടായിട്ട് അത് കൈക്കൊള്ളാതെ അയാളുടെ മരണത്തിലേക്ക് തള്ളിവിടും. അപ്പൊ നാള് ഇവരുടെ അക്യുപ്രസവം നടത്തിയല്ലോ, അക്യുപ്രസവം നടത്തിയിട്ട് ആ കുട്ടിയുടെ തല മാത്രം പുറത്തേക്ക് വന്ന രൂപത്തിൽ ആ തല മാത്രം പുറത്തേക്ക് വന്നിട്ട് ആ സ്ത്രീ ഏകദേശം 1.5 മണിക്കൂറോളം വീട്ടിൽ കിടന്ന് ഇറങ്ങിച്ച് ലാസ്റ്റ് ആ കുട്ടിയുടെ തല മാത്രം പുറത്തു വന്ന അവസ്ഥയിലാണ് ആ സ്ത്രീ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നാണ് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച്, ഒരു സ്ത്രീയുടെ പ്രസവത്തിനിടയ്ക്ക് കുട്ടിയുടെ തല മാത്രം പുറത്തേക്ക് വന്നിട്ട് ബാക്കി ശരീരം കുട്ടിയുടെ ഉള്ളിലായിട്ട് പുറത്തെടുക്കാൻ പറ്റാതെ, അക്യുപഞ്ചർ ട്രെയിനി ആയിട്ടുള്ള അക്യുപഞ്ചറിസ്റ്റ് ഒന്നും ചെയ്യാൻ പറ്റാതെ ലാസ്റ്റ് 1.5 മണിക്കൂർ കഴിഞ്ഞ് ആ സ്ത്രീ ദാരുണമായി മരണപ്പെടുന്ന രംഗം ആലോചിച്ചൊക്കെ. ഇത് നടന്നത് UAE-യിലാണെങ്കിൽ ആ നടത്തിയ ഡോക്ടറിനെയും ആ അക്യുപഞ്ചറിസ്റ്റിനെയും അവനെ പഠിപ്പിച്ച ആചാര്യനൊക്കെ കഴുത്തു വെട്ടിയിട്ടുണ്ടാവും. അത്രയും വലിയ ഭീകരതയാണ് അവർ ചെയ്തത്. അത്രയും വലിയ ബ്രഹ്മാണ്യത്തിനും അത്രയും വലിയ മനുഷ്യനെ നിരക്കാത്ത കാര്യം ചെയ്തത്. അതായത് സാധാരണ കൊല്ലുന്നതിനപ്പുറം ഒരാളെ പീഡിപ്പിച്ച് കൊല്ലുക എന്നൊക്കെ പറയുന്ന രൂപത്തിലുള്ള കാര്യം ചെയ്തത്. അപ്പോ ഏതെങ്കിലും ഒരു ഇസ്ലാമിക പണ്ഡിതൻ ഈ മരുന്ന് തെറ്റാന്ന് പറഞ്ഞത് ഷുഹൈബ് ഖാൻ ഇത് തെറ്റാന്ന് മനസ്സിലായി. കാരണം ഷുഹൈബ് ഖാൻ പറയുന്നത് അവരെ മരുന്നില്ലാത്ത ചികിത്സ എന്ന് അവർ പറയാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കിനെതിരാണ്. റസൂലുള്ളാഹി എന്താ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി വസല്ലം? ലികുല്ലി ദാഇൻ ദവാഉൻ, എല്ലാ രോഗത്തിനും മരുന്നുണ്ട് എന്നാ പറഞ്ഞത്. അപ്പൊ മരുന്ന് പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ഉണ്ടായിരുന്ന മരുന്നുകൾ ഉപയോഗിച്ചിട്ട്, അന്ന് ഉണ്ടായിരുന്ന കരിഞ്ജീരകമാവട്ടെ, അന്ന് എന്തൊക്കെയാണോ മരുന്നായിട്ടുണ്ടായിരുന്നത് റസൂൽ അതൊക്കെ ഉപയോഗപ്പെടുത്തിയില്ല. അന്നുണ്ടായ ചികിത്സകളൊക്കെ റസൂൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇവർ പറയുന്നത് ഈ ഊർജ്ജം ശരിയാക്കിയാൽ മതി, മരുന്ന് ഒന്നും അകത്തേക്ക് കഴിക്കേണ്ടതില്ല. അപ്പൊ റസൂൽ ആരായി? ഇവര് പറഞ്ഞ് മനസ്സിലാൻ പറ്റാത്ത ആളായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, നിങ്ങൾ ആ മരുന്ന് ഉപയോഗപ്പെടുത്തുക എന്ന് പറയുക റസൂലിന്റെ ജീവിതത്തിൽ മരുന്നുകൾ ഉപയോഗപ്പെടുത്തി കാണിച്ചു ചെയ്തപ്പോ ഷുഹൈബ് ഖാന്റെ വാദപ്രകാരം ഒരു മരുന്നും വേണ്ട, ശരീരത്തിൽ എവിടേക്ക് കുറെ മാലിന്യങ്ങൾ അടഞ്ഞുകൂടിയിട്ടുണ്ട്, ആ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയത് പുറത്തേക്ക് കളയാൻ നമ്മുടെ ഊർജം സന്തുലിതപ്പെടുത്തിയാൽ മതി, വേറെ ഒരു കാര്യം വേണ്ട. പറയോ സലാഹുദ്ദീൻ? അതെ, തീർച്ചയായിട്ടും വളരെ വ്യക്തമാണ്. മാത്രമല്ല റസൂലിന്റെ ഹദീസുകൾക്കെതിരാണ്. കാരണം റസൂൽ കൃത്യമായി പറഞ്ഞത്, പിന്നെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ അസുഖത്തിനും മരുന്നുണ്ട് എന്ന് പറഞ്ഞോടൊപ്പം തന്നെ നിങ്ങൾ ചികിത്സ അറിയാതെ ചികിത്സിക്കരുത് എന്നാണ് റസൂൽ പറഞ്ഞത്. ചികിത്സ അറിയാതെ ചികിത്സിക്കാൻ പാടില്ല എന്നാണ്. ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ഇസ്ലാമിക പ്രമാണങ്ങൾക്കെതിരാണ് ഇവരുടെ ചികിത്സ. മറ്റൊന്ന്, പിന്നെ കൃത്യമായ ഹദീസുകളുടെ അടിസ്ഥാനം നമുക്ക് മനസ്സിലാവും, ഒരാള് പിന്നെ ചികിത്സ അറിയാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ, ആ എന്തെങ്കിലും രോഗിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന്റെ കൊലപാതകത്തിന് വരെ ഉള്ള ശിക്ഷ അദ്ദേഹത്തിന് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല എന്നാണ് മനസ്സിലാവുന്നത്. അപ്പം ഇവര് പിന്നെ ഹറാമാണ് എന്നൊക്കെ ഫത്വ പറയുന്നതിന് മുമ്പ് സ്വന്തം ചികിത്സ അത് ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്, പിന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാണ്, മതത്തിനെതിരാണ്, സയൻസിനെതിരാണ്, നന്മക്കെതിരാണ് എന്ന് തന്നെയാണ് ഈ അവസരത്തിൽ നമ്മൾ പറയേണ്ടത്. ഇതിപ്പോ സംസാരിച്ച നമ്മുടെ ഷുഹൈബ് ഖാൻ ഉണ്ടല്ലോ, ഞാനിപ്പോ ഒന്നും ഉണ്ടായിട്ട് പറയല്ല, അങ്ങനെ സംഭവിക്കാൻ വേണ്ടി പറയല്ല. ഷുഹൈബ് ഖാൻ വാറഞ്ചേരി, ഞങ്ങളുടെ നാട്ടിലാണ് ഇപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടെയും പ്രാക്ടീസ് ചെയ്യുന്നത്. അവിടുന്ന് മൂപ്പരെ കാറിന്റെ തിരിച്ച് തിരൂർക്ക് പോകുന്ന വഴിക്ക് ആ വഴിയിൽ വെച്ചിട്ട് നല്ലൊരു മേജർ ആക്സിഡന്റ് പറ്റിയിട്ട് അയാൾ റോട്ടിൽ വീണാൽ അയാളെ രക്ഷിക്കാൻ ഇയാളുടെ ഈ എന്താ പറയാ ഈ ടച്ച് ചികിത്സ കൊണ്ടോ ഈ ഊർജ്ജ തെറാപ്പി കൊണ്ടോ ഒന്നും പറ്റൂല. അയാളെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വരും. അയാളുടെ കൈയിന്റെ കാലിന്റെ മുകളിലൊക്കെ സ്റ്റിച്ച് ചെയ്യേണ്ടി വരും, അയാൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും, അയാൾ എവിടെയൊക്കെ വിട്ടുപോയിട്ട് തുന്നി ചേർക്കേണ്ടി വരും, അയാൾക്ക് രക്തം കൊടുക്കേണ്ടി വരും, ഒക്കെ ചെയ്യേണ്ടി വരും. ഇതൊന്നും പാടില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇവരുടെ ഏറ്റവും വലിയ രസകരമായ കാര്യം എന്താ പറയുക ഷാവിലെ, ഞാൻ ഇത്ര കാലം സലാഹുദ്ദീനെ ഇവരെ പറ്റി പഠിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്ന് പറഞ്ഞത്, പണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് തബ്ലീഗുകാരന്, ഇതൊരു കഥയാണ് കേട്ടോ, ഇത് വാസ്തവത്തിൽ ഉണ്ടായതെന്ന് പറഞ്ഞ ഒരു പറഞ്ഞു കേൾക്കുന്ന അല്പം തമാശ രൂപത്തിൽ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം. തബ്ലീഗുകാരനെ പറ്റിയിട്ട്, തബ്ലീഗുകാർ അവിടെ ഇങ്ങനെ ജമാഅത്ത് പോകുന്ന പള്ളിയിലോ ഒരുമിച്ച് കൂടുന്നൊക്കെ പറഞ്ഞപ്പോ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എന്താണ് തബ്ലീഗുകാർ അവിടെ ഇവിടെയൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്, അവരൊന്ന് പഠിക്കാൻ വേണ്ടി CID-നെ കുറച്ച് ആൾക്കാരനെ പറഞ്ഞാൽ തബ്ലീഗ് വേഷം കെട്ടിയിട്ട് ഇവരെ കൊടുത്ത് പറഞ്ഞാൽ, അതായത് നമ്മുടെ നാട്ടില് ഈ എന്താ പറയാ ഈ രഹസ്യമായിട്ടുള്ള ആൾക്കാർ അങ്ങനെ പോവുമല്ലോ. അപ്പൊ അങ്ങനെ ഇങ്ങനത്തെ ഒരു ഫോഴ്സ് ഇവരെ കൂടെ വിട്ടു, തബ്ലീഗിനെ അഭിനയിച്ചിട്ട് ഇവരെ കൂടെ പോയി. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് അവർ അന്വേഷണം കഴിഞ്ഞ് വന്നിട്ട് അവര് മന്ത്രിസഭ അല്ലെങ്കിൽ പോലീസിൽ റിപ്പോർട്ട് കൊടുത്തത് എന്താ വെച്ചാൽ, അതായത് ഗവൺമെന്റ് റിപ്പോർട്ട് കൊടുത്താൽ പറഞ്ഞ
ഞങ്ങൾ അവരുടെ കൂടെ കുറെ കാലം പോയി. അവര് ഈ ആകാശത്തിന് താഴത്തുള്ള കാര്യങ്ങളൊന്നുമല്ല പറയുന്നത്, അന്തരീക്ഷത്തിന് മുകളിലേക്കുള്ള കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്യുന്നത്. ഭൂമിയിൽ നടക്കുന്ന ഒരു കാര്യം അവർ ചർച്ച ചെയ്യുന്നതേ ഇല്ല. അവർ മുഴുവൻ അന്തരീക്ഷത്തിന് മുകളിൽ, ആകാശത്തിന് മുകളിലാണ് സ്വർഗം, നരകം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ട് അവരെ പറ്റി അവർ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട്, അതായത് അവര് നമ്മുടെ നാട്ടിലെ കൊണ്ട് കാര്യം ചർച്ച ചെയ്യുന്നത്. അവർക്ക് ഇനിയിപ്പോ രാഷ്ട്രീയ ആയാലും പ്രശ്നമില്ല, അവിടെ എന്തുണ്ടായാലും പ്രശ്നമില്ല, ഒരു വോട്ടെടുപ്പായാലും അവരെ പറ്റി ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തെ അവര് പ്രശ്നമേ ആക്കുന്നില്ല. അവര് മുഴുവൻ പരലോകത്തെ പറ്റിയുള്ള ചർച്ചയാണ് തമാശ രൂപത്തിൽ പറയാറുണ്ട്. അതേപോലെ ഇവരുടെ കാര്യം നമ്മളിപ്പോ ഇവരോട് സംസാരിക്കുമ്പോൾ ഒരു സാധാരണ മനുഷ്യന് മനസ്സിലാവുന്ന കാര്യങ്ങളല്ല ഇവര് മനസ്സിലാക്കി, ഇവര് പഠിച്ചിട്ടുള്ള ആളുകൾ മനസ്സിലാക്കുക. അതാണ് ഇവരുടെ പ്രശ്നം. നമ്മൾ പറയുന്നവർക്ക് മനസ്സിലാവാത്തല്ലേ നമ്മൾ ചോദിച്ചവർ മറുപടി പറയാത്തതിന്റെ കാരണം ഇവര് മനസ്സിലാക്കുന്ന രൂപത്തിൽ ഒരു മനുഷ്യന് എന്തില്ല, ബ്ലഡ് പ്രഷർ ഇല്ല. ഇവർ മനസ്സിലാക്കുന്ന രൂപത്തിൽ മനുഷ്യന് കൊളസ്ട്രോൾ ഇല്ല, ബ്ലഡ് ഷുഗർ ഇല്ല, ഇവർക്ക് തൈറോയിഡ് ഇല്ല, അതായത് യൂറിക് ആസിഡ് ഇല്ല. അതുപോലെ മനുഷ്യന് ബാധിക്കുന്ന ഇതൊന്നും ചെക്ക് ചെയ്യണം. ബ്ലഡ് പ്രഷർ ഇല്ല, എന്താ കാരണം? ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്യണ്ട, അപ്പൊ നിങ്ങൾക്ക് ബ്ലഡ് പ്രഷർ ഇല്ല. ബ്ലഡ് ഷുഗർ ഉണ്ടോ ഒരു മനുഷ്യൻ? ഇല്ല. ബ്ലഡ് ഷുഗർ ഇല്ല, എന്താ അങ്ങനെ പറയാൻ കാരണം? ഇത് ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യരുത്, അപ്പൊ ഇതിന് പ്രശ്നമില്ലല്ലോ. ബ്ലഡ് ഷുഗർ ഇല്ല. അതുപോലെ തൈറോയിഡ് ഉണ്ടോ? ഇല്ല, അതൊന്നുമില്ല. നിങ്ങൾ ലാബിൽ പോവുകയും ചെയ്യരുത്. ലാബിൽ പോയാൽ ആമാര് നിങ്ങൾക്ക് ബ്ലഡ് പ്രഷറോ നിങ്ങൾക്ക് ഒന്നും ആ പ്രഷർ മെഷീനോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കേണ്ട. കാരണം എന്താ? അതൊന്നും ഇല്ല. അപ്പൊ എന്തൊരു സുഖം. അപ്പൊ ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങളാണ് ചർച്ച ചെയ്ത് തബലിയാരെ പറ്റി തമാശ പറയുന്നത്. ഇവർ ഈ നമ്മുടെ നാട്ടിൽ സാധാരണക്കാർക്ക് തിരിഞ്ഞ ലോകത്തിലെ ശാസ്ത്രം കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഒരു വിധം ആളുകളൊക്കെ അംഗീകരിക്കും. ഇപ്പൊ ഏതൊരു അലോപ്പതിക്കാരനോട് ചോദിച്ചാൽ എന്താ പറയാ? ആയുർവേദക്കാരോട് ചോദിച്ചാൽ പറയാ, നിങ്ങൾ ഈ കഷായ മരുന്ന് കഴിച്ചോളി, മാറിയാൽ നിങ്ങൾ അവിടെ പോയിക്കോളി എന്ന് പറയാം. കുറച്ച് സീരിയസ് ആയ രോഗിയോട് ഹോമിയോപ്പതിക്കാരൻ എന്താ പറയാ? ഇനി നമുക്ക് ഇതുകൊണ്ട് ശരിയാവില്ല, നിങ്ങളൊന്ന് മെഡിക്കോളജി കാണിച്ചോളൂ എന്ന് പറയാം. യുനാനിക്കാരും അതന്നെ പറയാം. ഏതൊരു കാര്യം ഇപ്പൊ പ്രകൃതി ചികിത്സകർ വരെ അപ്പൊ അതാ പറയാം, നിങ്ങൾ ഇനി കൂടുതൽ ഇപ്പൊ പ്രകൃതി ചികിത്സക്കാർ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോയിക്കോളി, ആക്സിഡന്റ് കേസ് ഇവിടെ എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവർക്ക് എല്ലാത്തിനും ഉത്തരമുണ്ട്. കാരണം എന്താ? ഇവര് നേരത്തെ പറഞ്ഞ ഒരു ആകാശത്തിന് മുകളിലുള്ള കാര്യങ്ങളാണ് തബ്ലീഗർ സംസാരിക്കുന്നത് പറഞ്ഞ മാതിരി ഇവര് സംസാരിക്കുന്നത് വേറെ ഏതോ അനുഭവത്തിന്. അതിനൊരു കാരണം എന്താ അറിയാം? ഈ പറഞ്ഞ ബാക്കിയുള്ള ഹോമിയോ ആയാലും ആയുർവേദ ആയാലും യുനാനി ആയാലും പോലും പിന്നെ ഏറെക്കുറെ അവരൊക്കെ കുറച്ച് ഇപ്പം ഹോമിയോ ആയാലും കോഴ്സ് ആയുർവേദ ആയാലും ഒരു 5 കൊല്ലം കോഴ്സ് പഠിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അവർക്ക് ട്രെയിനിങ്ങും ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഒരു നിലവാരം കാണിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പഠനം നടക്കണേ ഇല്ലല്ലോ. ആകെ ഇപ്പൊ ഇവരുണ്ടാക്കിയ ഒരു സാധനം ശനിയാഴ്ച ആഴ്ചയിൽ ഒരിക്കൽ ഓൺലൈനിലായിട്ട് കൊടുക്കണേ ക്ലാസ് എന്നല്ലാതെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ടൊക്കെ ട്രെയിനിങ് കിട്ടിയാണ് ചികിത്സകർ ഇറങ്ങുന്നത്. വേറെ വാട്സപ്പ് ഗ്രൂപ്പിലൊക്കെ ഞാൻ കയറിയിരിക്കുന്നുണ്ട്. ഒരു ദിവസത്തെ ട്രെയിനിങ്, 2 ദിവസത്തെ ട്രെയിനിങ് എന്നിട്ട് ചികിത്സിക്കാൻ ഇറങ്ങാണ്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ഒരു പ്രശ്നമുണ്ട്. മറ്റവർക്ക് അതല്ല, 5 കൊല്ലം പഠിച്ച് ട്രെയിനിങ് നടത്തി. ഇപ്പം എനിക്ക് വളരെ വേണ്ടപ്പെട്ട എൻ്റെ പെങ്ങളെ മക്കളൊക്കെ ഈ ഹോമിയോ കോഴ്സ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവർക്ക് കൃത്യമായ അവസരത്തിനനുസരിച്ച് എല്ലാ ട്രെയിനിങ്ങും കിട്ടുന്നുണ്ട്. അങ്ങനത്തെ ഒരു ട്രെയിനിങ്ങോ ശരിക്കും പറഞ്ഞാൽ വിദ്യാഭ്യാസം ഇല്ലാത്തതിന്റെ ഒരു പ്രശ്നം രണ്ട് നിലക്കും, ഭൗതിക വിദ്യാഭ്യാസവും ഇല്ല, മതവിദ്യാഭ്യാസവും ഇല്ല. മതവിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഈ പടച്ചോനെ പേടിച്ചിട്ടെങ്കിൽ ഇന്നൊക്കെ വിട്ടുക്കല്ലോ. കാരണം റസൂല് വിലക്കൊരു സംഗതിയാണ് ചികിത്സ അറിയാതെ ചികിത്സിക്കുക എന്നുള്ളത്. എന്നെ വളരെ അടുത്തൊരാൾ എന്നെ ഷാർജയിൽ നിന്ന് കോൺടാക്ട് ചെയ്തു. വൈഫ് ഇങ്ങനെ അക്യുപങ്ചർ കോഴ്സ് കഴിഞ്ഞു, അപ്പം എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളെ വീഡിയോ കണ്ടു, അത് ചികിത്സിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞത് ഇത് പഠനമല്ല, അവർക്ക് ചികിത്സ അറിയാതെ ചികിത്സിച്ചു കഴിഞ്ഞാൽ റസൂല് വിലക്കൊരു സംഗതിയാണ്, വിട്ടുക്കണം. അങ്ങനെ കിട്ടുന്ന വരുമാനം ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ അവരിൽ നിന്ന് മാറിയുന്നു. ഇപ്പൊ ഒരു മതബോധമുള്ള ആളുകൾ ഇന്ന് വിട്ടുക്കും. അല്ലെങ്കിൽ ചികിത്സ പഠിച്ച ആള് കൃത്യമായി ഇപ്പൊ അക്യുപങ്ചർ കോഴ്സുകൾ നടക്കുന്നുണ്ടല്ലോ, കൃത്യമായ 4 വർഷത്തെ 5 വർഷത്തെ കോഴ്സുകൾ, അത് പഠിച്ചവരാ ശരി അക്യുപങ്ചർ ചെയ്തോട്ടെ. അപ്പൊ നിങ്ങൾ പറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് അറിയില്ല, വിദ്യാഭ്യാസം ഇല്ല. മറ്റുള്ളവർ തമ്മിലുള്ള വ്യത്യാസം അതാണ്. അതേപോലെ ഇവർക്ക് എന്താ പറയാ, ചില കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പൊ ഇവർ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പൊ ഭക്ഷണ നിയന്ത്രണം, അതിപ്പോ അവർ പറഞ്ഞ അവരുടെ മാത്രം സൃഷ്ടിയായിട്ടാണ് അവർ പറയാനുള്ളത്. 4G എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സംഭവമാണ്, ഞങ്ങളാണ് മനുഷ്യന് ക്ഷീണം വരുമ്പോൾ വിശ്രമിക്കണം എന്ന് ആരാ പറയുന്നത്? എല്ലാവരും പറയുന്നത്, ബുദ്ധിയുള്ള എല്ലാ മനുഷ്യന്മാരും പറയുന്ന കാര്യം. എല്ലാവരും അത് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യം, എല്ലാവരും റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. മനുഷ്യന് വിഷമം എന്താ പറയാ, ക്ഷീണം വരുമ്പോ എന്ത് ചെയ്യണം? നിങ്ങൾ വിശ്രമിക്കണം. അതുപോലെ നിങ്ങൾ നേരത്തെ, എല്ലാവരും പറയുന്ന നേരത്തെ ഉറങ്ങണം. ഇസ്ലാമിലുള്ളതല്ലേ, ഇഷ്ടാനുസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അതേ വർത്താനം പറയുന്നത് കിടന്നുറങ്ങണം, നിങ്ങൾ നേരത്തെ എണീക്കണം. ഇതൊരു മനുഷ്യന്റെ ദിനചര്യകളിൽ പെട്ടതാണ്. അതുപോലെ എന്താണ് ഭക്ഷണ നിയന്ത്രണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ ഭക്ഷണം നിയന്ത്രിച്ചാൽ ഇവിടെ ആർക്കാണ് പ്രശ്നമുള്ളത്? അതിപ്പോ ഇവരുടെ മാത്രം വലിയൊരു സംഭാവനയായിട്ട് ഇവര് പറഞ്ഞ മാതിരി വിശക്കുമ്പോൾ മാത്രം ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ മാത്രം വെള്ളം കുടിക്കുക ഇവര് കണ്ടുപിടിച്ചതല്ല. ഒരു മനുഷ്യൻ കറക്റ്റ് സമയത്ത് വയറ് നിറയ്ക്കും, വളരെ കുത്തി നിറക്കാതെ ആവശ്യത്തിന് മാത്രം ഒരു 3 നേരം കറക്റ്റായിട്ട് ഇടയിലൊന്നും കഴിക്കാതെ ഭക്ഷണം കഴിച്ചാൽ ആൾക്ക് അടുത്ത നേരം വരുമ്പോൾ വിശക്കുന്നുള്ള ഉറപ്പാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വളരെ മിതമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ആൾക്ക്
12 മണി 1 മണിയാകുമ്പോൾ വിശക്കുന്നതായിട്ട് ഒരു സംശയമില്ല. കാരണം അയാളുടെ ഡൈജസ്റ്റ് അടക്കേണ്ട സമയം കഴിഞ്ഞ് പിന്നെ അയാളുടെ ശരീരത്തിന് ഭക്ഷണം വേണം. അയാൾ ആ സമയത്ത് കഴിക്കുന്നു, ഇടയിലൊന്നും കഴിക്കുന്നില്ല, എപ്പോഴെപ്പോഴും സ്നാക്സും മറ്റൊന്നും കഴിച്ച് എപ്പോഴെപ്പോഴും മിഠായും മറ്റും ചോക്ലേറ്റ് തന്ന് എപ്പോഴും ഇങ്ങനെ പശുക്കളെ വാരിച്ച് കുറച്ചുകൊണ്ട് നടക്കുന്ന സ്വഭാവം ഒരു മനുഷ്യൻ ഒരിക്കലും ഭൂഷണമല്ല. അതുപോലെ രാത്രി ആൾ നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ യശാസ്കാരം കഴിഞ്ഞ ഉടനെ കിടന്നുറങ്ങുക എന്നുള്ളത് എല്ലാവരും പറഞ്ഞ് ഇസ്ലാം പഠിപ്പിക്കുന്നതാണ്, എല്ലാവരും പറയുന്നതാണ്. ഇപ്പൊ മോഡേൺ ഡോക്ടർമാരൊക്കെ അത് തന്നെയാണ് പറയുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ ഇത് ഞങ്ങളുടെ മാത്രം കാര്യമാണ്? മോഡേൺ ഇതിലൊക്കെ ഭക്ഷണം ഏതെങ്കിലും മോഡേൺ ഡോക്ടർമാർ ഭക്ഷണം കുത്തിക്കയറ്റാൻ പറയുന്നില്ല. വയറ് നിറച്ചുകൾ ഭക്ഷണം കഴിച്ചിട്ട് നിങ്ങൾ എമ്പക്കം വെച്ച് രാത്രി കിടന്നുറങ്ങാം, നിങ്ങൾ കഴിക്കരുതെന്നാണ് പറഞ്ഞത്. എല്ലാവരും അത് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ ഇത് വേറൊരു സംഭവമായിട്ട് അവർ പറയാം. തീർച്ചയായിട്ടും. അല്ല, ഇതിപ്പോ ഒരു മോഡേൺ മെഡിസിൻ പറയണ്ടല്ലോ. റസൂൽ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ വയറ് നിറയെ ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒരു മോഡേൺ മെഡിസിൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അത് സ്വീകരിക്കാന്നല്ലാതെ. ആ ഒരു റസൂൽ പഠിപ്പിച്ച ആരോഗ്യ ശൈലി തന്നെയാണ് ഇത്. ഇവർക്ക് എന്താ വെച്ചാൽ ഇവരത് വിശദീകരിക്കാൻ പറ്റാത്തപ്പം അതിനിപ്പം ഹദീസുകൾ കൂട്ടുപിടിക്കുക, ശൈലി ഇത് വേണം, ജീവിതശൈലി വേണം പറയുന്ന കേട്ടവർക്ക് ഇവർ ആദ്യമായിട്ടാണ് പിന്നെ ഇവരാണ് ജീവിതശൈലിയൊക്കെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത്. എനിക്ക് ഓർമ്മയുണ്ട് 2004 ഞാൻ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ അന്ന് വേൾഡ് ഹാർട്ട് ഡേയുടെ ഒരു ക്യാപ്ഷൻ, നിങ്ങളുടെ വേസ്റ്റ് അരയുടെ ചുറ്റളവ് കുറയ്ക്കൂ, ഹൃദ്രോഗത്തെ രക്ഷിക്കുന്നു. അത് കുറയ്ക്കണമെങ്കിൽ ഭക്ഷണം കുറച്ച് കഴിക്കണം. അപ്പം ഇത് മോഡേൺ മെഡിസിൻ പറയുന്ന ഒരു കാര്യമാണ്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത് മോഡേൺ മെഡിസിൻ പറയണ്ട, റസൂലിന്റെ ഹദീസ് ഉണ്ടായാൽ അത് മതി എന്നുള്ളതാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പൊ ഇൻഷാല്ലാ നമുക്ക് ഈ വിഷയത്തിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. നമ്മള് ഇതിനെപ്പറ്റി പഠിച്ചു നോക്കുമ്പോൾ പല അക്യുപഞ്ചർ ചികിത്സകരും ഫോണിലൂടെ രോഗിയെ ചികിത്സിക്കും. അതായത് രോഗിക്ക് ഫോൺ ചെയ്യുക, എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ ഫോണിലൂടെ എങ്ങനെ ചികിത്സിക്കുന്നത് നമുക്കറിയില്ല, അത് ഫോണിലൂടെ ചികിത്സിക്കുന്നു എന്നാണ് പറഞ്ഞത്. വേറൊരു സ്ഥലത്തേക്ക് നമ്മുടെ ഒരു ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഒരു 10 ദിവസം ട്രെയിനിങ്ങിന് പോയപ്പോൾ അവർ പറഞ്ഞത് രോഗിയോട് നമ്മൾ കമാൻഡ് ചെയ്താൽ മതി എന്നാണ്. അതായത് ടച്ചും വേണ്ട, കുത്തലും വേണ്ട, ചൂണ്ടലും വേണ്ട, കമാൻഡ് കൊടുക്കുക. അതായത് ഇവർ എന്താണ് ഇതുകൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിന്റെയൊക്കെ കാരണം എന്താണ് നമ്മൾ ചോദിക്കുന്നത്. കമാൻഡ് കൊടുക്കുക, അതുമാതിരി ഊർജ്ജം അയച്ചു കൊടുക്കുക, ഫോണിലൂടെ ഊർജ്ജം അയച്ചു കൊടുക്കുക, വാട്സപ്പിലൂടെ ഊർജ്ജം അയച്ചു കൊടുക്കുക. ഇപ്പൊ ഈ NYL ഹീലിംഗ് നിസാർ മുപ്പത്തന വാല്യൂ അയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആളുകളൊക്കെ മുഴുവൻ ഗ്രൗണ്ടിൽ കൊടുത്തിരുത്തിയിട്ട് അയാൾ ഇങ്ങനെ സ്റ്റേജിൽ നിന്നിട്ട് കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് നമ്മൾ ഈ പെന്തക്കോസ്ത് പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ കൈ കൊണ്ട് എന്തൊക്കെ കാണിച്ച് അവരുടെ കൈയൊക്കെ മറത്തിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ആ ഒരു പ്രസംഗം അയാളുടെ അത് കഴിയുമ്പോൾ അവർക്ക് ഹീലായി എന്നാണ് പറഞ്ഞത്. ഇതിനൊക്കെ എന്താണെന്ന് നമ്മൾ ചോദിക്കുന്നത്. ഒന്നുകിൽ നിങ്ങൾ ആത്മീയ ചികിത്സയാണെന്ന് പറയൂ, അല്ലെങ്കിൽ നിങ്ങൾ ആത്മീയ ചികിത്സയ്ക്കുള്ള തെളിവ് പറയാം, അല്ലെങ്കിൽ ഇതിന്റെ കാര്യകാരണ ബന്ധം എന്താണ്, ഇത് ഒരു ശരിക്കും ഭൗതികമായ ചികിത്സയാണെങ്കിൽ അതിന്റെ കാര്യകാരണ ബന്ധം പറയാം. ഇത് രണ്ടും അല്ലാതെ ചോദ്യം ചോദിക്കുമ്പോൾ മോഡേൺ മെഡിസിന്റെ കുറ്റം പറഞ്ഞിട്ട് ഇതിനെ മറപിടിക്കാനും മറ്റേ എന്താ പറയാ ജീവിതശൈലി കണ്ടുപിടിച്ച് ഞങ്ങളാന്ന് പറയാനും ശ്രമിക്കാതെ വ്യക്തമായ മറുപടികൾ ഇത് തരണമെന്നാണ് എല്ലാവരോടും അപേക്ഷിക്കാനുള്ളത്. ഇതിപ്പം നമ്മൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് കമന്റ്സ് വരും, മോഡേൺ മെഡിസിനിലെ മാഫിയ പിന്നെ ചൂഷണങ്ങൾക്കെതിരെ നിങ്ങൾ ശബ്ദിക്കുന്നില്ല. നമ്മൾ അതിനൊന്നും ന്യായീകരിക്കുന്നില്ല. മോഡേൺ മെഡിസിനിലും ഏതൊരു ചികിത്സ രംഗത്ത് ചൂഷണങ്ങളുണ്ട്, അതില്ലാന്നും പറയുന്നില്ല, അതിനെ ന്യായീകരിക്കലല്ല. പക്ഷെ ഏറ്റവും വലിയ ചൂഷകർ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഇവരാണ്. ഒരു മതത്തെയും ഇതിന് കൂട്ടുപിടിച്ച് കാശാക്കാണ് എന്നുള്ളതാണ് വസ്തുത. എന്തായാലും ഇതിനെതിരെ നമ്മൾ പ്രതികരിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ഇൻഷാ അള്ളാ ഇത്തരം വിഷയങ്ങൾ കൂടുതൽ വീഡിയോസ് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാവും എന്നുള്ളതാണ്. എന്നാലും വളരെ നന്ദി ജമാൽക്ക, ഈ വൈകിയ ഒരു സമയത്തും മെഡിക്കൽ സ്കെപ്റ്റിക് ചാനലുമായി സഹകരിച്ചതിന്. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.